ഇന്ന് നമ്മളൊരു ന്യൂ ഥാർ പെട്രോൾ താർ മാനുവൽ 4-wheel ഡ്രൈവിലാണ് നമ്മൾ സർവീസ് ഇന്ന്. അപ്പൊ ഇതിന്റെ 45,000 കിലോമീറ്റർ 43 സംതിങ് കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സർവീസ് ആണ്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പെട്രോൾ വണ്ടി പൊതുവെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഒറിജിനൽ സ്പെയർ പാർട്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ എല്ലാ പാർട്സും സെയിം അല്ല, കുറച്ച് പാർട്സിൽ വ്യത്യാസമുണ്ട്, ഫിൽറ്റേഴ്സ് ഒക്കെ വ്യത്യാസമാണ്. സോ അങ്ങനെ കിട്ടാൻ പാടാണ്. എങ്കിലും നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാര്യം, നമ്മൾ എല്ലാ വാഹനത്തിന്റെയും സ്പെയർ പാർട്സ് ജെന്യൂൻ ഇട്ട് തന്നെ ചെയ്യാറുണ്ട്. പൊതുവെ ഇവൻ എന്റെ ഫ്രണ്ട്സിലാണെങ്കിൽ പോലും ആൾക്കാർ പറയാറുണ്ട്, എന്റെ വണ്ടി ഞാൻ സർവീസ് ചെയ്യുന്നത് അതായത് ആ കമ്പനിയുടെ ഓതറൈസ് സർവീസ് സെന്ററിൽ മാത്രമേ ചെയ്യൂ. കാര്യം അവിടെ മാത്രമേ ഒറിജിനൽ ജെന്യൂൻ സ്പെയർ പാർട്സ് കിട്ടൂ എന്നൊരു ധാരണയുണ്ട്. അപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാര്യം ഒന്നുകൂടി ഞാൻ പറയാണ്, ഈ കാര്യം എല്ലാവർക്കും, അതായത് നമ്മൾ റോൾസ് ഓട്ടോമോട്ടീവ്സിൽ എല്ലാ വാഹനത്തിന്റെയും എല്ലാ ബ്രാൻഡിന്റെയും ജെന്യൂൻ സ്പെയർ പാർട്സ് ലഭ്യമാണ്. ഇനി അതർ മേക്ക് വേണമെങ്കിൽ അതും കിട്ടും. പക്ഷെ എങ്കിലും കസ്റ്റമർ പറഞ്ഞ പ്രകാരം ഒറിജിനൽ ജെന്യൂൻ സ്പെയർ പാർട്സ് ഇട്ടാണ് ഈ താർ ചെയ്തിരിക്കുന്നത്. വണ്ടിക്ക് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, പെട്രോൾ